സമസ്ത ലീഗ് ബന്ധത്തിലെ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് സമസ്ത നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നേതാക്കൾ അറിയിച്ചു. സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായി വിധേയത്വമോ വിരോധമോ ഇല്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. അതിനിടെ CPIഎമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി. സുപ്രഭാതം കത്തിച്ചത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമസ്തയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ 24നോട് പറഞ്ഞു. സമസ്ത നയം ഞാൻ കുറെ മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. സമസ്ത നയം ഞാൻ പറഞ്ഞതാണ്, അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമർ ഫൈസിയുടെ നിലപാടിനെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പ്രതികരണം ഇങ്ങനെ: സമസ്തക്ക് രാഷ്ട്രീയമല്ല, സമസ്തയിലുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട്. സമസ്തയിലുള്ളവരുടെ രാഷ്ട്രീയ മഹാഭൂരിപക്ഷവും ലീഗ് പ്രവർത്തകരാണ്. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവും. CPIഎമ്മിനെതിരെ വിമർശനവുമായി SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി. BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോറ്റാൽ മതി എന്നാണ് CPIഎമ്മിന്റെ നിലപാടെന്ന് വിമർശനം. കോൺഗ്രസ് അല്ലാത്ത, നെഹ്റുവിന്റെ കുടുംബമല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ പിന്തുണക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ക്രൈസിസിലാക്കുകയും ആ ഭരണം തകിടമറിക്കപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്യാവുന്ന തന്ത്രത്തിലേക്ക് ഈ CPഎമ്മിന്റെ 2-3 MP കൊണ്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം കത്തിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തി. സമസ്തയുമായി പ്രശ്നങ്ങളില്ലെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും വോട്ട് ചോരുമോ എന്ന ആശങ്ക ലീഗിനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.